ഏതവസ്ഥയ്ക്കും പരിഹാരം കൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം കല്ലറയിലല്ലെന്നും മാത്രം ഓർക്കുക. ആ പ്രശ്നത്തിന് പരിഹാരം കൽപ്പിക്കാൻ കഴിവുള്ളവൻ നിങ്ങളുടെ കൂടെയാ ഉള്ളത്, നിങ്ങളുടെ അടുത്താ ഉള്ളത്, നിങ്ങളുടെ ജീവിതത്തോട് ചേർന്നുണ്ട്. ഞാൻ വളരണമെന്നും ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്നും ഞാൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നും എന്നെ പോലെ മറ്റൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ രക്ഷപ്പെടണം, ഞാൻ സന്തോഷത്തോടെ ഇരിക്കണം, ഞാൻ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ജീവിതം അനുഗ്രഹമാകണമെന്ന് ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ആഗ്രഹിക്കുന്ന ഒരേ ഒരാളും കൂടിയുള്ളൂ. അത് ഞാൻ നിങ്ങളും ആശ്രയിക്കുന്ന ദൈവമാണ്. ആമേൻ. ആ ദൈവത്തിന്റെ പേരാണ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവവചനം ഈ കേട്ട വചനം ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചു കൊണ്ടുവരാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്, നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമാണ്. ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ ആലോചനകൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുഖവും ക്ഷീണിച്ചു, വിശന്നു, നാളെക്കുറിച്ച് ആകുലപ്പെട്ടു, ക്ഷീണിച്ചും അവശരായിട്ടിരിക്കുമായിരിക്കും. പല കാരണങ്ങളുണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾ പറയാറില്ലേ, ഇനി ഈ വിഷയം ഞാൻ ആരോടും പറയില്ല, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ലേലും ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്തു ആയിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരങ്ങളിലെ ഇങ്ങനെ ജീവിതം കൊടുക്കാനും പ്രാർത്ഥന ഏൽപ്പിച്ചു കൊടുക്കാനും സങ്കടങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാനും ഒരു സ്തോത്രക്കാഴ്ചയും വേണ്ട കേട്ടോ, ഒരു ഡൊണേഷനും വേണ്ട, ഒരു പണച്ചെലവും അതിനില്ല. ഒരുപാട് പേര് ഓർക്കുന്നത് അതിനൊക്കെ ഡൊണേഷൻ കൊടുത്താലേ ശരിയാകുള്ളൂ എന്നാണ്. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. എൻ്റെ വിഷയങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ വെച്ചു കൊടുക്കാൻ ഒരു ഡൊണേഷനും ആവശ്യമില്ല, ഒരു സ്തോത്രക്കാഴ്ച ആവശ്യമില്ല. അതിന് വേണ്ടതൊരു മനസ്സ് മതി, അതിന് വേണ്ടത് പണമല്ല, വിശ്വാസമാണ് വേണ്ടത്. ഒരു നിമിഷത്തെ സമർപ്പണമാണ്, ഒരു നിമിഷത്തെ സമർപ്പണം. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലിരുന്ന്, ആയിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന്, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും നിങ്ങളെ വല്ലാതെ വേട്ടയാടുമ്പോഴും വല്ലാതെ ചുഴറ്റി അടിക്കുമ്പോഴും ചുഴലിക്കാറ്റിൽ പെട്ടുപോകുന്ന മണൽത്തരി പോലെ ജീവിത പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ വട്ടം കറക്കുമ്പോഴും ഒരു നിമിഷത്തെ സമർപ്പണവും ഒരു നിമിഷത്തെ ഏൽപ്പിക്കലും ഒരു വലിയ പരിഹാരത്തിന്, ഒരു അത്ഭുതത്തിന് കാരണമാവും. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലുള്ളവർ വരെ ചിലപ്പോൾ പറയും, എന്നാ നടക്കാൻ, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. എല്ലാവരുടെ ബുദ്ധിയിലും അതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് കൊടുക്ക്, നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവരും ചിരിക്കുന്നവരും വിധി പറയുന്നവരും വിമർശിക്കുന്നവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരും അത് പലരോട് പറയുന്നവരും ഒക്കെ ഉള്ളിൽ ചിരിക്കുന്നവരും ഒക്കെ കാണും. പക്ഷെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഏൽപ്പിച്ച് കൊടുത്തത് സത്യമാണെങ്കിൽ വിളമ്പുന്നത് നിങ്ങളായിരിക്കും. നമുക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാം, ഈ വചനത്തിലെ അനുഗ്രഹങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.